ശ്രീ യദുകൃഷ്ണൻ, ABVP മാത്രമാണ് ഈ PM ശ്രീക്ക് വേണ്ടി ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയതും വലിയ രീതിയിൽ ഈ ഭരണകൂട ഭീകരതയുടെ മർദ്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ ABVPയുടെ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ABVPയുടെ വലിയൊരു വിജയമാണ് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ABVP ഈ സാഹചര്യത്തെ കാണുന്നത്? ABVPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് കണ്ടിരുന്നില്ല. നമ്മളുടെ രാഷ്ട്രത്തിൽ കാലപ്പഴക്കം ചെന്ന് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാലപ്പഴക്കം ചെന്ന വിദ്യാഭ്യാസ രീതി മാറ്റിക്കൊണ്ട് നൂതനവും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സർവോത്മുഖമായിട്ടുള്ള വികാസവും ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന പദ്ധതിയാണ് പുതിയ, അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഈ പദ്ധതിയുടെ തുടർച്ച എന്നാണ്, അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാണ് PM ശ്രീ. ഈ പദ്ധതിയുടെ ഒരു മോഡലാണ് PM ശ്രീ സ്കൂളുകൾ കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും PM ശ്രീ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള വികസനങ്ങൾ ആ സംസ്ഥാനത്തെ സ്കൂളുകളിലൊക്കെ വന്ന സമയത്തും ചില രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ കേരളത്തിലെ 336ഓളം സ്കൂളുകളും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ സർക്കാർ ചെയ്തത്. അങ്ങനെയാണ് ABVP ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ 2025 ഏപ്രിൽ മാസം 18-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ നേരിട്ട് പോയി കണ്ട് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കേരളവും, അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ കേരളവും തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. അങ്ങനെ അധ്യയന വർഷ ആരംഭം വരെ, അതായത് ജൂൺ മാസം വരെ ABVP ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണവും അതുപോലെ തന്നെ ഒപ്പുവെക്കുന്നതും കാത്തിരുന്നു. പക്ഷേ ഇതിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായില്ല. അങ്ങനെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക്, തെരുവിലെ സമരത്തിലേക്ക് ABVP നീങ്ങിയത്. തിരുവനന്തപുരത്തും കോഴിക്കോടും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാനും അതുപോലെ തന്നെ വഴിയിൽ തടയുവാനും ABVPയുടെ പ്രവർത്തകർ തയ്യാറായി. ഈ അവസരത്തിൽ ABVP പ്രവർത്തകരെ കായികമായിട്ട് നേരിടാൻ പോലും CPM-ഉം അതുപോലെ തന്നെ SFIയുടെ ഗുണ്ടകളും തയ്യാറായി. ABVPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിന് തിരുവനന്തപുരം തമ്പാനൂരിൽ വെച്ച് അതിക്രൂരമായിട്ടുള്ള അക്രമമാണ് നേരിടേണ്ടി വന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരം നയിച്ച സമയത്ത്. അതിനുശേഷം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 2 സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ ABVP നടത്തി. അതുപോലെ തന്നെ DE ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ സമയത്ത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി പ്രവർത്തകർക്ക് പോലീസ് മർദ്ദനമേറ്റു, പരിക്കുകളേറ്റു. ശേഷം വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ചർച്ച നടത്തിയ സമയത്ത് പോലും ഈ പദ്ധതിയുമായിട്ട് ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റില്ല എന്നാണ് മറ്റുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും നിലപാടെടുത്തത്. അങ്ങനെ ഈ ചർച്ചയിൽ ഒപ്പുവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ചർച്ചയെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ABVP ചെയ്തത്. ഈ പദ്ധതി ഇന്ന് സ്വാർത്ഥകമാകുന്ന സമയത്ത് അത് ABVPയുടെ സമര പോരാട്ടങ്ങളുടെ വിജയമാണ്. അതുപോലെ തന്നെ ABVPയുടെ സമരങ്ങളെ ഗുണ്ട അക്രമങ്ങൾ കൊണ്ട് തകർക്കാമെന്ന് വിചാരിച്ച SFIക്കുള്ള മറുപടി കൂടിയാണ് ഇന്ന് ഈ പദ്ധതി ഒപ്പുവെച്ചതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്.